മലയാള സിനിമയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന് നടി ഐശ്വര്യ ലക്ഷ്മി. സിനിമാ മേഖല മെച്ചപ്പെടുത്തണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിലെത്തണം. തീരുമാനമെടുക്കാനാകുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യ ലക്ഷ്മി ഒരു മാധ്യമത്തോട് പറഞ്ഞു. സ്ത്രീകളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്ന തൊഴിലിടമാകണം. അംഗത്വമെടുക്കേണ്ട സംഘടനയാണ് അമ്മയെന്ന് തോന്നിയിട്ടില്ല. വലിയൊരു മാറ്റത്തിലേക്കുള്ള കാൽവെപ്പാണിത്. പണ്ടേ നടക്കേണ്ട കാര്യമായിരുന്നു. WCCയും സർക്കാരും മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നു. എന്തുകൊണ്ട് നേരത്തെ എടുത്തില്ലെന്നാണ് ചോദിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകണം. എൻ്റെ മൂന്നാമത്തെ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിലാണ് നടി ആക്രമിക്കപ്പെട്ടതെന്നും തുടർന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നതും. അന്നു മുതൽ ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. ആ സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതു മുതലാണ് ഇത്രയും വലിയ മാറ്റമുണ്ടായത്. അതെന്നെ പ്രചോദിപ്പിച്ചു. അമ്മയിൽ അംഗത്വം എടുത്തതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തോന്നിയിട്ടില്ല. ആർക്കാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അവരാണ് സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത്. അതേസമയം അമ്മ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ചുരുങ്ങിയത് 2 മാസമെങ്കിലും എടുക്കും. അതുവരെ അഡ്ഹോക് കമ്മിറ്റി തുടരും. അവശ കലാകാരന്മാർക്ക് നൽകുന്ന പ്രതിമാസ കൈനീട്ടമടക്കം മുറ പോലെ തുടരുമെന്നാണ് അമ്മയിലെ അംഗത്വം അറിയിക്കുന്നത്. താരങ്ങൾ ഒരുമിച്ച് അടുത്ത മാസം കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷ പരിപാടിയിലും മാറ്റം വന്നേക്കും. അതേസമയം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുറന്നു കാട്ടുകയും ഇരകളായ നടിമാർ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തതോടെ അഗ്നിശുദ്ധി വരുത്താൻ അമ്മ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചിട്ടുണ്ട്. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ മുൻകൈയെടുത്തായിരുന്നു കൂട്ടരാജി. ഇന്നലെ ഓൺലൈനിലായി ചേർന്ന അടിയന്തര നിർവാഹക സമിതി യോഗത്തിലായിരുന്നു തീരുമാനം. അമ്മയിൽ അംഗത്വം ലഭിക്കാൻ കിടപ്പറ പങ്കിടണമെന്ന് മുൻ ഭരണസമിതികളെ നിയന്ത്രിച്ചിരുന്ന ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തൽ വന്നതോടെ സംഘടനയുടെ അടിത്തറ ഇളകുകയായിരുന്നു.